Hi friends, welcome to my channel. അപ്പോൾ വീഡിയോ ഇടാൻ ഡിലേ വരുന്നത് വർക്ക് തിരക്കായിട്ടാണ്, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഡിലേ ആവുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആൻഡ്രോയിഡ് ടി വി MI ബോക്സ് ഈ രണ്ട് ഇപ്പം ആൻഡ്രോയിഡ് വോയിസ് ഒഫീഷ്യൽ ആൻഡ്രോയിഡ് വോയിസ് വർക്ക് ചെയ്യുന്ന ഏതൊരു ഡിവൈസിലും ഒരു VPN വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അത് യൂസ് ചെയ്യാം എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനിത് മലയാളത്തിലാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പലർക്കും അറിയില്ല, പലരും എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങളിപ്പോൾ ഒരു MI ബോക്സ് യൂസർ ആണെങ്കിലും, നിങ്ങളൊരു ആൻഡ്രോയിഡ് ടി വിയുടെ MI TVയോ അല്ലെങ്കിൽ ഏതൊരു ബ്രാൻഡിൻ്റെയും ആൻഡ്രോയിഡ് TV യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ, നിങ്ങളുടെ ഹോം സ്ക്രീനിൽ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ മൈ ആപ്സ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ റിമോട്ട് യൂസ് ചെയ്ത് നാവിഗേറ്റ് ചെയ്ത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം അപ്പം ഇതിൻ്റെ ഗൂഗിൾ പ്ലേ സ്റ്റോറൊക്കെ ഒന്ന് റീവാമ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ഡിസൈനൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ചെല്ലുമ്പം സ്ക്രോൾ അപ്പ് ചെയ്യണം, നമ്മുടെ അപ്പ് ആരോ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ സെർച്ച് എടുക്കണം. ഈ സെർച്ച് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വോയിസ് വഴി കമാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം, സ്ക്രീനിൽ കാണാം. നിങ്ങൾക്ക് താഴെ വന്നു കണ്ടില്ലേ, ഈ ആദ്യം കാണുന്ന വിൻസ്ക്രൈപ്പ് VPN എന്നുള്ള ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. വിൻസ്ക്രൈപ്പ് VPN. അപ്പോൾ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കാം. ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കാം. ഇൻസ്റ്റലേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഹോം സ്ക്രീനിൽ പോയി ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു VPN ആണ് വിൻസ്ക്രൈപ്പ് VPN. നമുക്ക് US-ലോട്ടുള്ള സെർവർ കണക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഫാസ്റ്ററാണ് ഈ ഒരു VPN എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള VPN ആയതുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യാൻ കാരണം. അത്യാവശ്യം നല്ല ഫാസ്റ്റർ VPN ആണ്. അപ്പോൾ നമുക്കിനി ഹോം സ്ക്രീനിൽ പോയിട്ട് നമുക്ക് മൈ ആപ്സിൽ നിന്ന് വിൻസ്ക്രൈപ്പ് VPN ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് വിൻസ്ക്രൈപ്പ് VPN ആപ്ലിക്കേഷൻ. നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ VPN അല്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മൊബൈലിലൊക്കെ കാണുന്ന പോലെ ഒരു ലോഗിൻ സ്ക്രീൻ വരും. നമുക്കിവിടെ ആദ്യം ചെയ്യേണ്ടുന്നത് സൈനപ്പ് എന്നുള്ള ആ ഒരു മെനു സെലക്ട് ചെയ്യണം. നമ്മുടെ അപ്പ് ആരോ അല്ലെങ്കിൽ ഡൗൺ ആരോ പ്രസ് ചെയ്തുകൊണ്ട് സൈനപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇവിടെ എന്തൊരു യൂസർ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യൂസർ നെയിം, ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്ന യൂസർ നെയിം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാം. ഹലോ, ഞാൻ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഹലോ 97876. അപ്പോൾ ഞാനിത് കൊടുത്തു യൂസർ നെയിമായിട്ട് ഹലോ 876. അപ്പോൾ തൊട്ട് താഴെ ഞാൻ ഇനി അടുത്തതെന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആണ് പാസ്വേഡ് ചെയ്യണം. പാസ്വേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കോട്ടീന്ന് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ കൊടുത്ത പാസ്വേഡ് എന്ന് പറയുന്നത് കോട്ടി എന്നാണ് കൊടുത്തത്, QWERTY. നിങ്ങൾക്ക് എന്ത് പാസ്വേഡ് നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സൈനപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എൻ്റെ തൊട്ട് താഴെ സൈനപ്പ്. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ദ യൂസർ നെയിം ഈസ് ഓൾറെഡി ടേക്കൺ. അപ്പോൾ നമുക്ക് ആ യൂസർ നെയിം ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഓരോ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 876Y567 കൊടുക്കാം. ഓക്കെ, ആരോ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വേറൊരു ഉണ്ടല്ലേ. അക്കൗണ്ട് ക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് MI ബോക്സ്, ആൻഡ്രോയിഡ് TV ഈ രണ്ടിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ ഫയർ സ്റ്റിക്കിൻ്റെ ഈ ഡിവൈസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫയർ സ്റ്റിക്കിൻ്റെ ആപ്പ് സ്റ്റോർ ഉണ്ട്, അതിൽ പോയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ സ്റ്റെപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യുക. ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ പറ്റും, ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ. ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു യൂസർ നെയിം വെച്ച് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 GB വരെ നമുക്കൊരു മാസം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ല, നിങ്ങളുടെ ഇമെയിൽ ഇവിടെ എൻ്റർ ചെയ്തിട്ട് നമ്മളിപ്പോൾ എൻ്റെ ഇമെയിൽ അഡ്രസ് എടുത്ത് കൊടുക്കും. അപ്പം എൻ്റെ CyberTechZ gmail.com കൊടുത്തിട്ട് ഗീവ് മീ 10 GB കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളിവിടെ മെയിലെടുത്ത് ഗീവ് മീ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലൊരു മെയിൽ വരും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വെരിഫൈ മൈ ഇമെയിൽ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 10 GB അവൈലബിൾ ആവും. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽസ് എല്ലാം യൂസ് ചെയ്തു കേട്ടോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൊടുക്കാത്തത്.
അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 GB വരെ ഒരു മാസം കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ഗിവ് മി 10 GB കൊടുക്കുക, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ചെക്ക് ചെയ്യുക, ഇമെയിൽ അഡ്രസ്സ് വരും, അതിൽ വെരിഫൈ യുവർ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് അപ്ഡേറ്റ് ആകും. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 GB വരെ ഒരു മാസം യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അതിന് മുന്നേ ഒരു പ്രൊമോ കോഡ് തന്നിട്ടുണ്ടായിരുന്നു. ആ പ്രൊമോ കോഡ് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് 50 GB വരെ ഒരു മാസം യൂസ് ചെയ്യായിരുന്നു. ആ പ്രൊമോ കോഡ് ഇപ്പം എക്സ്പയർ ആയി പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ നിങ്ങൾ പ്രൊമോ കോഡ് വരുവാണെങ്കിൽ ഞാനൊരു കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ പ്രൊമോ കോഡ് എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം 50 GB അല്ലെങ്കിൽ 100 GB വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞാൻ സ്കിപ്പ് കൊടുക്കാൻ പോവാണ്, കാരണം എൻ്റെ ഇമെയിൽസ് എല്ലാം യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഡിവൈസിൻ്റെ UI എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ UI എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാണുന്ന ഡാലസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡാലസ് ആണ് കാണുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പം 2 GB ലെഫ്റ്റ് നേറ്റം മുകളിൽ കാണാം. നമ്മളത് ഇമെയിൽ വെച്ച് വെരിഫൈ ചെയ്യണമെങ്കിൽ 10 GB കാണിക്കും. അപ്പോൾ നമുക്കിവിടെ കണക്റ്റ് കൊടുക്കാൻ വേണ്ടി ഈ പവർ ബട്ടൺ പ്രസ് ചെയ്യാം, ഓക്കെ കൊടുക്കാം. ആണല്ലേ, കണക്റ്റിങ്. ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ചോദിക്കും, കണക്ഷൻ റിക്വസ്റ്റ് ചോദിക്കും. അത് കണക്റ്റ് ആയതിനു ശേഷം ഓക്കെ. അപ്പോൾ നമ്മുടെ VPN കണക്റ്റായി, എൻ്റെ IP മാറി. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ IP ഇപ്പം 198.9x96.95.230 എന്നൊരു IP ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ്. നമുക്ക് വേണമെങ്കിൽ ഇനി നമ്മുടെ സെർവർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ല വേറെ എന്തെങ്കിലും വേണമെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം ഒന്നും ഫ്രീ അല്ല, കുറേ സെർവേഴ്സ് മാത്രമേ നമുക്ക് ഫ്രീ ഉള്ളൂ. ഇപ്പോൾ അമേരിക്ക എടുക്കുകയാണെങ്കിലും ഞാൻ കാണിക്കാം നിങ്ങളെ. നമുക്ക് നെറ്റ്ഫ്ലിക്സ് കാണുന്നതിന് വിൻഫ്ലിക്സ് ഉണ്ട്, അത് നമുക്ക് പെയ്ഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് US തന്നെ കുറേ സെർവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുണ്ടല്ലേ, ഈ സ്റ്റാർ ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റാർ ഇല്ലാത്ത നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാർ ഇല്ലാത്തതുണ്ടല്ലേ, മിയാമി ഉണ്ട്, അതുപോലെ മിയാമി വൈസ് ഉണ്ട്, അതുപോലെ ന്യൂയോർക്ക് എംപയർ, അങ്ങനെ കുറേ നല്ല സെർവറുകൾ നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 GB ആണ് ഇപ്പോൾ ഉള്ളത്. ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഇൻസ്റ്റലേഷൻ സെറ്റപ്പും. നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ ആപ്പ് വേണമെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് US-ലായിട്ടായിരിക്കും കണക്റ്റ് ആവുന്നത്. നമ്മുടെ എൻ്റയർ സിസ്റ്റം തന്നെ ടണലാവുകയാണ്. എൻ്റയർ നമ്മുടെ ആൻഡ്രോയിഡ് TV അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ബോക്സ് US-ൻ്റെ സെർവറിലോട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഫുൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം US-ലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ഫുൾ ഡിവൈസിൻ്റെ ലൊക്കേഷൻ മോക്ക് ചെയ്യണമെങ്കിൽ മോക്ക് ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് മോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ആദ്യം ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫോണിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. സിസ്റ്റം സോഫ്റ്റ്വെയർ 1 മിനിറ്റ്, നമ്മൾ ബോട്ടിൽ പോയിട്ട് കേണൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബിൽഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ 3-4 വട്ടം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഡെവലപ്പർ ഓപ്ഷൻ നമുക്ക് എനേബിൾ ആവും. ബിൽഡിൽ ഒരു 3-4 വട്ടം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഡെവലപ്പർ ഓപ്ഷൻ നമുക്ക് സെറ്റിങ്സ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എനേബിൾ ആയി വരും നമ്മുടെ മെയിൻ മെനുവിൽ. അപ്പോൾ നമുക്ക് മെയിൻ മെനുവിൽ പോവാം. ഇവിടെ വരുമ്പോൾ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ എടുക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ മോക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഉണ്ടല്ലേ, സെലക്ട് മോക്ക് ലൊക്കേഷൻ. നമ്മുടെ സിസ്റ്റം എൻ്റയർ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ അമേരിക്ക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ഏത് VPN സെർവറിലോട്ട് മാറും. ഈ സെലക്ട് മോക്ക് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ പുതിയ VPN സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഞാൻ ഓൾറെഡി ഒരു VPN കോൺഫിഗർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് VPN വേറെ ഒന്ന് ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തായാലും വരും. എൻ്റെ കണ്ടില്ല, ഞാൻ പെയ്ഡ് സർവീസായിട്ട് സർഫ്ഷാക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്കത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ മോക്ക് ലൊക്കേഷൻ നമുക്ക് നമ്മുടെ വിൻസ്ക്രൈബ് ആക്കാൻ പറ്റും. ഈ സെയിം ആപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ്. നമുക്ക് സ്പീഡ് ചെക്ക് ഓൺ ചെയ്ത് നോക്കാം. എൻ്റെ സ്പീഡ് ടെസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം സ്പീഡ്. അപ്പോൾ എൻ്റെ ഈ ഒരു US സെർവറിൽ കണക്ട് ചെയ്യുന്ന ശേഷമുള്ള സ്പീഡ് ടെസ്റ്റാണ് ചെക്ക് ചെയ്യുന്നത് ആദ്യം. അപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്യാം. എനിക്ക് നോർമലി എൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് നോർമലി ഇവിടെ കിട്ടുന്ന 15 മാക്സിമം എനിക്ക് സ്പീഡ് കിട്ടുന്നത്. ഇവിടെ 15 Mbps വരെ എനിക്ക് കിട്ടത്തുള്ളൂ നമുക്ക് വിത്തൗട്ട് VPN. അപ്പോൾ വിത്ത് VPN എനിക്കൊരു 12 വരെ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു VPN 12 എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി സ്പീഡാണ്. ഞാൻ നോക്കുവാണെങ്കിൽ നമുക്ക് അല്ലാത്തുള്ള VPN ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് 2 MBPS 1 MBPS ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം സ്പീഡുള്ളൊരു VPN ആണിത്. അപ്പോൾ ഈ VPN യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അതുപോലെ തന്നെ ഞാൻ ഇനി നിങ്ങൾക്ക് പെയ്ഡ് VPN ക്രാക്ക് ചെയ്തിട്ട് മോഡ് VPN നിങ്ങളുടെ TVയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്ത് ഞാൻ അത് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ഒരു ലിമിറ്റേഷനും വരില്ല. ഈ 10 GB അല്ലെങ്കിൽ 2 GB ലിമിറ്റേഷനൊന്നും നമുക്ക് വരില്ല. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാം.
അപ്പോൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് തരിക. അതിനുശേഷം നമുക്ക് ബാക്കി നോക്കാം. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.